ഇരമ്പൽ സംഗീതമാകുന്ന പൂന്തുറയുടെ മണ്ണിൽ 1.5 നൂറ്റാണ്ടിലേറെയായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസദീപമുണ്ട്. ലളിതമായൊരു കുരിശുപള്ളിയിൽ തുടങ്ങി ഇന്ന് ആകാശമുയരുന്ന ഗോപുരങ്ങളായി പടർന്നു പന്തലിച്ച നമ്മുടെ ഇടവകയുടെ ചരിത്രതാളുകളിലൂടെ. ഒന്നാം നൂറ്റാണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദിമ കിരണങ്ങൾ പൂന്തുറയുടെ മണ്ണിൽ പതിച്ച കാലം. തലമുറകളായി കൈമാറി വന്ന ആത്മീയതയുടെ തുടക്കം ഇവിടെയായിരുന്നു. AD 486. തുറകളിൽ ക്രൈസ്തവർ കുടിയേറിയതോടെ വികസനത്തിൻ്റെ പുതിയ പാതകൾ തുറക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ പൂന്തുറ ഒരു പ്രധാന ഇടമായി മാറി. AD 1544 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഈ മണ്ണിൽ പാദസ്പർശം നടത്തിയ ധന്യനിമിഷം. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം നിരവധി പേരെ സത്യവിശ്വാസത്തിലേക്ക് നയിച്ചു. 1758 രാജാക്കേശ വദാസിൻ്റെ നേതൃത്വത്തിൽ പൂന്തുറ തുറമുഖം നവീകരിക്കപ്പെട്ടു. വ്യാപാരത്തിൻ്റെയും വളർച്ചയുടെയും പുതിയ വാതിലുകൾ തുറന്നു. 1909 ഫാദർ AK ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ ചേരിയാമുട്ടം ഭാഗത്ത് വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിൽ ആദ്യത്തെ കുരിശടി സ്ഥാപിതമായി. 1910 മുതൽ 1923 വരെ കുടിൽ പള്ളിക്കൂടം നിർമ്മിക്കുകയും 1923 സർക്കാർ അംഗീകാരമുള്ള എയ്ഡഡ് സ്കൂളായി മാറുകയും ചെയ്തു. 1942 ഫെബ്രുവരി 11 RS ലോപ്പസും കുടുംബവും ലൂർദ് മാതാവിൻ്റെ മനോഹരമായ ഗ്രോട്ടോ ഇടവകക്ക് നിർമ്മിച്ചു നൽകിയതോടെ പ്രാർത്ഥനയുടെ പുതിയൊരു ഇടം കൂടി നമുക്ക് ലഭിച്ചു. 1942 പൂന്തുറയുടെ ചരിത്രം മാറ്റിക്കുറിച്ച വർഷം. കനോസിയൻ സന്യാസിനികൾ ഈ തീരത്തിറങ്ങിയപ്പോൾ ഗ്രാമമുഖ്യർ അവരെ ആദരവോടെ സ്വീകരിച്ചു. അവർ കൊണ്ടുവന്നത് വെറുമൊരു സേവനമായിരുന്നില്ല, മറിച്ച് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയൊരു യുഗമായിരുന്നു. തയ്യൽ മെഷീനുകളിലൂടെയും തൊഴിൽ പരിശീലനങ്ങളിലൂടെയും അവർ നമ്മുടെ പെൺകുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിച്ചു. 1962 മുതൽ 1980 വരെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായ വർഷം. മിഡിൽ സ്കൂളായും പിന്നീട് ഹൈസ്കൂളായും സെയിൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വളർന്നു. 1969 മുതൽ 1975 വരെ അഞ്ചലിൽ ഹെഡ്ക്ലർക്കായും തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് കോടതിയുടെ സീനിയർസ് ജഡ്ജായും 2 വർഷം സേവന ചെയ്തിരുന്ന NS ഫെർണാണ്ടസ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ കുരിശടി നിർമ്മിച്ചു നൽകുകയും അഭിവന്ദ്യ പീറ്റർ ബർണാഡ് പേരര പിതാവ് ആശീർവദിച്ച് ഇടവകക്ക് സമർപ്പിക്കുകയും ചെയ്തു. 1988 മുതൽ 1990 വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേളയും തിരഞ്ഞെടുപ്പിലൂടെ ആദ്യ പാരിഷ് കൗൺസിലും നിലവിൽ വന്നു. 1993 മുതൽ 1994 വരെ 105 കുടുംബങ്ങൾക്ക് വീട് നൽകിയ IDP പ്രോജക്റ്റും മനോഹരമായ പുതിയ പാരിഷ് ഹാളും പൂന്തുറക്ക് അഭിമാനമായി മാറി. 2006 ഫാദർ സൈറസ് കലത്തിൽ ഇടവക വികാരിയായിരുന്ന കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്ന നമ്മുടെ ദൈവാലയം നവീകരിക്കുകയും അഭിവന്ദ്യ സൂസപാക്യം പിതാവ് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. 2010 ഫാദർ ആൻഡോ ജോറസിൻ്റെ നേതൃത്വത്തിൽ സ്കൂളും കുരിശടികളും നവീകരിക്കപ്പെട്ട് പ്രൗഢി കൂട്ടി. 2016 ഫാദർ ജസ്റ്റിൻ ജൂഡിൻ്റെ കാലഘട്ടത്തിൽ സെമിത്തേരി നവീകരണം യാഥാർത്ഥ്യമാക്കി. 2023 ആത്മീയതയുടെ പുതിയ തണലൊരുക്കി ഫാദർ AR ജോണിൻ്റെ നേതൃത്വത്തിൽ മിത്യരാധന ചാപ്പലും നവീകരിച്ച ഗ്രോട്ടോയും വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. 1-ാം നൂറ്റാണ്ടിൻ്റെ പുണ്യതീരങ്ങളിൽ തുടങ്ങിയ ഈ മഹാവിശ്വാസ പ്രവാഹം നമ്മുടെ പൂർവികർ ഒഴുക്കിയ വിയർപ്പിൻ്റെയും ധന്യരായ വൈദികരുടെ പ്രാർത്ഥനയുടെയും കനോസിയൻ സിസ്റ്റേഴ്സിൻ്റെ കരുതലായ സ്നേഹത്തിൻ്റെയും കരുത്തിൽ ഇന്നും അജയ്യമായി ജ്വലിച്ചു തന്നെ നിൽക്കുന്നു. സമുദ്രത്തിരമാലകളേക്കാൾ കരുത്തോടെ വിശുദ്ധ തോമാശ്ലീഹായുടെ കാവലിൽ നമ്മുടെ ഈ പൂന്തുറ എന്നെന്നും അനുഗ്രഹിക്കപ്പെട്ട മണ്ണായി ആകാശത്തോളം ഉയർന്നു നിൽക്കും.
വിശ്വാസത്തിൻ്റെ ഈ മഹാസംഗമത്തിൽ, പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ഏവർക്കും വിശുദ്ധ തോമാ ശ്ലീഹായുടെ തിരുനാൾ ആശംസകൾ നേരുന്നു.